is your textbook? അത് പിന്നെ മിസ് കാണുന്നില്ല. What? കാണുന്നില്ലെന്നോ? പിന്നെ അവിടെ പോയി? അറിയില്ല മിസ്. വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല. വീട്ടിലില്ല മിസ്, ഞാൻ അവിടെയൊക്കെ നോക്കിയതാ. പിന്നെ അവിടെ പോവാനാ? സ്റ്റുഡന്റ്സ്, നിങ്ങളെ ബാഗിൽ എങ്ങാനും പെട്ടിട്ടുണ്ടോ? ഇല്ല മിസ്. മാഡം, മാഡത്തിന് ആരോ കാണാൻ വന്നിട്ടുണ്ട്. ആ ശരി, ഞാൻ വരാം. സ്റ്റുഡന്റ്സ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഹോംവർക്ക് ടുമോറോ. പിന്നെ നന്ദു, നാളെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ട് കേറിയാ മതി ക്ലാസ്സിലേക്ക്, കേട്ടല്ലോ? യെസ് മിസ്. ദാ നീ രക്ഷപ്പെട്ട്. എങ്ങനെ രക്ഷപ്പെടാനാ? നാളെ ക്ലാസ്സിലേക്ക് കയറ്റൂല ബുക്കില്ലാതെ. ഓ, അത് നാളെയല്ലേ, ഇന്ന് നീ രക്ഷപ്പെട്ടില്ലേ? അപ്പോഴേക്കും ബുക്ക് എങ്ങനെയെങ്കിലും കിട്ടും. ഓ എന്റെ നന്ദു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അതൊക്കെ കിട്ടും നാളേക്ക്. നീ നോക്കിക്കോ. കിട്ടുമായിട്ടില്ലടാ. പിന്നല്ല, നീ നോക്കിക്കോ. നീ നാളെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കും കൊണ്ടേ വരൂ. ചേച്ചി, ഓ ഞാൻ പേടിച്ചു പോയി. എന്താ പാറു? എന്റെ സ്റ്റിക്കർ എവിടെ? ഏത് സ്റ്റിക്കർ? എന്നാലും ചേച്ചിക്ക് തന്നില്ലേ? അതേടെ? അത് നീ എന്നോട് എടുക്കാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ നിനക്ക്? എനിക്കത് വേണം. അമ്പട പുളിസ് ഉപ്പ കിട്ടും. ചേച്ചി മര്യാദ തന്നോ? കാര്യൂല. അമ്മേ, ഓ ഈ കുരിപ്പ് എനിക്ക് അടി വാങ്ങിച്ചു തരും. ഡേ, എന്റെ ബാഗിലുണ്ട്, എടുത്തോ. താങ്ക് യു. അവളുടെ ഒരു താങ്ക് യു. പിന്നെ ഒരു കാര്യം, എന്റെ ബുക്കൊന്നും വാരി വലിച്ചിട്ടേക്കരുത്, കേട്ടല്ലോ? അയ്യോ, ഇതൊക്കെ എപ്പോ എഴുതി തീരാനാ? ഇത് നന്ദൂട്ടന്റെ ബുക്കല്ലേ? അപ്പം ദേവേച്ചിന്റെ അടുത്തായിരുന്നില്ലേ ബുക്ക്? നന്ദൂട്ടാ, ഡേ നീ എന്തിനാ അവനെ വിളിക്കുന്നേ? അത് നന്ദൂട്ടാ, നമുക്ക് എന്ത് പറ്റി? ഭ്രാന്തായോ? എന്തിനാ വിളിച്ച് അലറുന്നേ? അല്ലെങ്കിൽ ആ മനുഷ്യന് ബുക്ക് കിട്ടായിട്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഇതാ ബുക്ക്. ഇത് എവിടുന്ന് കിട്ടി? ഇത് ദേവേച്ചിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. അയ്യോ ഡേ ദേവു, സോറിടാ. എന്ത് സോറി? ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. അയ്യോ, കാണിച്ചു തരടി. അയ്യോ അമ്മേ, സോറി. ഒരു സോറി ഇല്ല. പാറു, നീ പോയി വടിയെടുത്തോണ്ട്. ശരി അമ്മേ. അപ്പോഴേക്കും തുടങ്ങിയോ? സ്കൂൾ വിട്ടെന്നാ പിന്നെ ചെവി കേൾപ്പിക്കില്ല മനുഷ്യനെ. അമ്മ അവൻ എന്താ നന്ദു? അമ്മ എന്റെ ഇംഗ്ലീഷ് ബുക്ക് അവളെ എടുത്തു വെച്ചതായിരുന്നു. ആണോ ദേവു? അല്ല അമ്മ, അറിയാതെ പെട്ടതാ. അവള് വെറുതെ പറയാമ്മേ. മിസ് ചോദിച്ചത് ആരെങ്കിലും ബാഗിൽ ഉണ്ടോന്ന്. ദേവു, നീ ഇതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേഗം പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. അതമ്മേ. ഡീ പറയടി. നന്ദു, നീ മിണ്ടാതിക്ക്. അമ്മക്ക് ഞാൻ വേണ്ടതെന്തിനാ കുഴപ്പം? ഇന്ന് എനിക്ക് ടീച്ചറോട് നല്ല വഴക്ക് കേട്ട്. ആണോ ദേവു? ഇങ്ങോട്ട് നോക്ക്. നിന്റെ ബുക്ക് എവിടെ? അതമ്മേ, റിയന്റെ ബാഗിൽ പെട്ട്. അപ്പൊ നീ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തേ? സോറി അമ്മേ. എന്ത് സോറി? അമ്മ എന്റെ കാല്. ദാ അവളെ കാല് വിട്. ഇല്ല, അമ്മ എന്തൊക്കെ പറഞ്ഞാലും വിടൂല. ദേ നന്ദു, അവൾ അവിടുന്ന് വികട്ടോ? വികട്ടെ. അമ്മേ, ദാ അവളെ കാല് വിട്. നിനക്ക് നിന്റെ ബുക്ക് കിട്ടിയില്ലേ? അമ്മ ഇതിൽ ഇടപെടണ്ട. എനിക്കിന്ന് ക്ലാസ്സിലെ മിസ്സിനോട് എത്ര ചീത്ത കിട്ടിയെന്ന് അറിയാം അമ്മക്ക്. ദാ അതൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം നീ ഇവളെ ഒറ്റയിരുത്തിയാ. നന്ദു, നീ അവളെ വിടുന്നോ ഇല്ലയോ? ഇല്ല. പാറു, മോള് പോയി വടി എടുത്തോണ്ടെന്നാ. അല്ലെങ്കിലും അമ്മക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. അമ്മേന്റെ ചെവി. ഇനി മേലെ ഇമ്മാതിരി പണിക്ക് പോകരുത്, കേട്ടല്ലോ? കേട്ടു. അമ്മ നല്ലോണം കൊടുക്ക്. നീ മിണ്ടാതെ നിൽക്കോ. അമ്മേന്റെ ചെവി. അതിന്റെ മണ്ടേന്ന് ഇറങ്ങിയ ഞാൻ അച്ഛൻ വന്നാ പറഞ്ഞു കൊടുക്കും അമ്മനെ. ആ പറഞ്ഞു കൊടുക്ക്. ആ മനുഷ്യനാ നിങ്ങളെ വഷളാക്കുന്നേ. അങ്ങേർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. അമ്മേ. എന്താ? അമ്മ അച്ഛൻ വിളിച്ചിരുന്നേ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും മേടിക്കാനുണ്ടോന്ന് ചോദിച്ച്. കുറച്ച് സമാധാനം കിട്ടുമോ ചോദിച്ചോക്ക്. ഞാനിന്ന് എങ്ങനെ സ്കൂളിൽ പോവാ? ഇന്ന് ഞാൻ സ്കൂളിൽ പോയി എല്ലാരോടും നന്ദു പറഞ്ഞു കൊടുക്കും ഞാനാ ബുക്ക് എടുത്തതെന്ന്. അവരൊക്കെ എന്നെ കളിയാക്കും. പോരാത്ത ആ രാക്ഷസിയോട് പറഞ്ഞു കൊടുത്ത എന്റെ കഥ കഴിഞ്ഞ് എല്ലാരും മുന്നിലിട്ട് എന്നെ വഴക്ക് പറയും. എന്തപ്പോ ചെയ്യാ? കിട്ടിപ്പോയി. ഇന്ന് ഏതായാലും ഫ്രൈഡേ അല്ലേ, അത് കഴിഞ്ഞ 2 ദിവസം ഒഴിവാണല്ലോ. ഇന്ന് എങ്ങനെയെങ്കിലും ക്ലാസ് പോവാതെ നിക്കണം. മൺഡേ ആവുമ്പോത്തിന് അവനും അത് മറന്നോളും. ദേവു. അയ്യോ അമ്മ, ഇനിയാണ് ദേവുവിന്റെ ആക്ടിങ് കാണാൻ പോകുന്നത്. അയ്യോ, എന്തിനാ മോള് കരയുന്നേ? എന്ത് പറ്റി ദേവു? അമ്മ, നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എന്താ പറ്റിയ മോക്ക്? അമ്മ, എനിക്ക് വയറുവേദന എടുക്കണ്ട്. വയറുവേദന? അതെ. എന്താ ഒരു വയറുവേദന? അറിയില്ല. അമ്മ ഇഞ്ചിനീര് ഉണ്ടാക്കി തരാം, അപ്പൊ അത് മാറും. ഇന്ന് ഫ്രൈഡേ അല്ലേ, ബസ് നേരത്തെ വരും. വേഗം വാ. അമ്മ ചായ എടുത്തക്ക. ചൂടുള്ള ചായ കുടിക്കുമ്പോ ഒക്കെ മാറും. എനിക്ക് വേണ്ട, എനിക്ക് വയറുവേദന ആവണ്ടേ. അമ്മേ, അമ്മ ഞാൻ ഒറ്റക്ക് കുടിക്കട്ടെ? അത് നീ ചായ കുടിച്ചോ? കുടിച്ചമ്മേ. എത്ര ദോശ കഴിച്ച്? 1. ഞാൻ 2 എണ്ണം നിനക്ക് തന്നതല്ലേ, എന്നിട്ട് 1 കഴിച്ചേ? അത് മതി അമ്മേ. അതൊന്നും പോരാ. വേഗം പോയി ഒന്നുകൂടെ കഴിച്ചൂട്, എന്നിട്ട് കുളിക്കുക. എനിക്ക് വേണ്ട.
സ്കൂളിൽ പോയാല് വിശന്നാലേ വീട്ടിൽ നിൽക്കുന്ന മാതിരി എപ്പോഴും എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് വിശക്കൂലമ്മേ. ചേച്ചി എന്തിനാ കരയുന്നേ? ചേച്ചിക്ക് വയറുവേദന എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇന്ന് സ്കൂളിൽ പോവില്ല? ഇല്ല അമ്മ, ചേച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോട്ടെട്ടോ. ഞാനും പോരും. എങ്ങോട്ട്? ഞാനും ഹോസ്പിറ്റലിൽ പോരും. സ്കൂളില്ലതല്ലേ, വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഇല്ല ഞാനും പോരും. ഞാൻ സ്കൂളിൽ പോവൂല. ആ എന്നാ ഈ പോര്. ദേവുവിന് സൂചി വെക്കുമ്പോ നിനക്ക് ഒരെണ്ണം വെക്കാൻ പറയട്ടോ. അയ്യോ എന്നാ വേണ്ട, ഞാൻ പോരുന്നില്ല. ഞാൻ സ്കൂളിൽ തന്നെ പോയിക്കോളാം. വേണ്ടടി, നീ പോര്. ഈ അമ്മക്ക് തന്നാ ഞാൻ പോരുന്നില്ല പറഞ്ഞില്ലേ. ഇന്റെ സ്കൂൾ മതി, അതെനിക്ക് ഇഷ്ടം. ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ലച്ചു, പാറൂസിന് റെഡിയാക്കി കൊടുക്കേ. അന്തൂന്റെ പാറുവിന്റെ ടിഫിൻ ബോക്സ് ഉണ്ട് ട്ടോ ടേബിൾ മേലെ. അതൊക്കെ ബാഗിൽ എടുത്ത് വെക്ക്. ദേവുവിന്റെ അവിടെ തന്നെ നിന്നോട്ടെ. ശരി അമ്മേ. ദേവു മോളെ എണീറ്റ് വാട്ടോ, കുറച്ച് കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോവാ. ശരി. അപ്പൊ അത് ഏറ്റ്. ഈ ദേവുവിന് ആർക്കും അറിയത്തില്ല. അയ്യോ, ഇനി അമ്മ പറഞ്ഞതുപോലെ സൂചി വെക്കോ?